രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ് കമലഹാസൻ ചിത്രം തഗ് ലൈഫ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സദാപ്പന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും വേൾഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കമലഹാസൻ, തൃഷ, നാസർ, സിലംബരസൻ, ജോജു ജോർജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി മണിരത്നം അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ. രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മദ്രാസ് ടാക്കിക്സ് വരുന്ന ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടായത്. എന്നാൽ പ്രതീക്ഷിക്കുന്ന ചിത്രത്തിന് ഉയരാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ആദ്യ ദിനം വേൾഡ് ബോക്സ് ഓഫീസ് നേട്ട് 40 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രത്തിൽ, എന്നാൽ രണ്ടാം ദിനം വലിയ രീതിയിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ അത്യാവശ്യം ഭേദപ്പെട്ട കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. രണ്ടാം ദിനമായിട്ടുള്ള ഇന്നലെ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് 6,35,00,000 രൂപ സ്വന്തമാക്കിയപ്പോൾ തെലുങ്ക്, ഹിന്ദി പതിപ്പോടെയായിട്ട് ഏകദേശം 1 കോടിക്കടുത്തുള്ള കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിലെ ഇന്നലത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 10 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ചിത്രത്തിന്റെ 2 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം 52 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 180 കോടിയോളം ബഡ്ജറ്റാണ് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രം ഇനിയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയാൽ മാത്രമേ ചിത്രം വിജയിക്കൂ എന്ന് പറയാൻ സാധിക്കുന്നുള്ളൂ. എന്തൊക്കെയാണ് ഇന്ത്യൻ 2ന്റെ അവസ്ഥയാകുമോ മണിരത്നം അണിയിച്ചിരിക്കുക തഗ് ലൈഫിനും വരുന്നതെന്ന് കണ്ടുതന്നെറിയാം. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അപ്പോൾ തഗ് ലൈഫ് എന്ന് പറയുന്ന കമലഹാസൻ ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.